നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഓരോ ഭീകരനെയും തെരഞ്ഞുപിടിച്ചു കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചത്. അതായത് എല്ലാത്തിനെയും വകവരുത്തുമെന്ന് തന്നെയാണ് അമിത് ഷാ പറഞ്ഞത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്ന് ഉന്നതതല യോഗങ്ങളിൽ സംബന്ധിക്കുകയാണ്. സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പങ്കെടുക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, രാജ്യത്തെ പാർട്ടികളെയെല്ലാം ഒരുമിച്ച് കൂട്ടി നടത്തിയ സർവകക്ഷി യോഗത്തിലും അധ്യക്ഷനായിരുന്നത് അമിത് ഷാ ആയിരുന്നു. പ്രധാനമന്ത്രിയാകട്ടെ മറ്റു ചില തിരക്കുകളിലും കൂടിയാണ്. കാരണം രാജ്യം പാകിസ്ഥാന് വളരെ കൃത്യമായ ഒരു മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നു. അത് ചെറിയൊരു മറുപടി ആയിരിക്കില്ല, കൃത്യമായും പാകിസ്ഥാനെ കാലങ്ങളോളം പാഠം പഠിപ്പിക്കുന്ന ഒരു മറുപടി തന്നെയാകും. ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുക എന്നതുകൂടി ഇന്ത്യൻ സേനാ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പക്ഷത്തിൻ്റെ ലക്ഷ്യമാണ്. അതിനുള്ള പൂർണ്ണമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഭീകരന്മാരെ ഓടിച്ചിട്ട് പിടിക്കുമെന്ന് അമിത് ഷാ പറഞ്ഞതോടുകൂടി വീണ്ടും ലഷ്കർ ഭീകരൻ ഹഫീസ് സയ്യിദിൻ്റെ താവളം മാറ്റി ISI എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ISI ഈ പറയുന്ന ഹഫീസ് സയ്യിദിന് സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നതായിരുന്നു. ലാഹോറിലെ മൊഹല്ല ജോഹറിലുള്ള ഒരു വസതിയിൽ, അതായത് ജനനിമിഡമായ ഒരു സ്ഥലത്ത് ഈ ധാരാളം സ്ഥാപനങ്ങളും നൂറുകണക്കിന് പാകിസ്ഥാനി സാധാരണ കുടുംബങ്ങളും താമസിക്കുന്ന ഒരു നഗരപ്രദേശത്ത് ഇയാളെ താമസിപ്പിച്ചിരിക്കുന്നു. അത് ഇന്ത്യയുടെ മിസൈൽ ആക്രമണം ഭയന്നാണ്. മാത്രമല്ല അജ്ഞാതരുടെ ആക്രമണം തടയാനായി ഇയാളുടെ വീടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവ് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം കമാൻഡോകളെ വിന്യസിക്കുന്നു. ISIയും പാകിസ്ഥാൻ്റെ പട്ടാളവുമാണ് ഇയാൾക്ക് ഇത്രയധികം സുരക്ഷ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ഭീകരരെ ഓരോന്നിനെയും കൊല്ലുമെന്ന് അമിത് ഷാ പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ന് വീണ്ടും ഹഫീസ് സയ്യിദിൻ്റെ താവളം ISI മാറ്റി എന്ന വാർത്തയാണ് വരുന്നത്. ISIയുടെ സ്വന്തം തട്ടകത്തിലേക്ക്, അതായത് ISIയുടെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ ഹഫീസ് സയ്യിദിനെ മാറ്റിയിരിക്കുന്നു എന്ന സൂചനയാണ് വരുന്നത്. ഹഫീസ് സയ്യിദ് പാകിസ്ഥാൻ്റെ രേഖകൾ പ്രകാരം സാങ്കേതികമായി ജയിലിലാണ്. 46 വർഷത്തെ തടവ് ശിക്ഷ കോടതി വിധി അനുസരിച്ച് അനുഭവിക്കുന്നയാളാണ്. പക്ഷേ പാകിസ്ഥാൻ ഇയാൾക്ക് എല്ലാവിധ ഒത്താശയും നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് നൽകുന്നു. ഇയാൾ എവിടെയാണോ താമസിക്കുന്നത് അവിടം താൽക്കാലിക ജയിലായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ സർക്കാർ ഇത് ചെയ്യുന്നത്. 46 വർഷത്തെ തടവ് അനുഭവിക്കുമ്പോഴും കഴിഞ്ഞ 3 വർഷമായി രാജ്യവും ലോകവും ശ്രദ്ധിച്ച 24ഓളം റാലികളിൽ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ പാക് അധീന കശ്മീരിൽ നടക്കുന്ന തീവ്രവാദ ലോഞ്ച് പാഡുകളിലും ഹഫീസ് സയ്യിദ് സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ സ്വതന്ത്രമായി വിഹരിച്ചുകൊണ്ടിരുന്ന ഹഫീസ് സയ്യിദിനെയാണ് ഇന്ത്യ ആക്രമിക്കുമെന്ന ഒരു ഭയം വന്നതോടുകൂടി ഒരു കെട്ടിടത്തിലേക്ക് മാറ്റിയത്, വീടിനകത്തേക്ക് മാറ്റിയത്, അല്ലെങ്കിൽ തടവിലേക്ക് മാറ്റിയത്. ആ കെട്ടിടത്തിൽ നിന്നും ഇപ്പോൾ ISI ഇയാളുടെ താവളം മാറ്റിയിരിക്കുന്നു. ISIയുടെ തന്നെ സ്വന്തം രഹസ്യ കേന്ദ്രത്തിലേക്ക് ഹഫീസ് സയ്യിദിനെ ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് മാറ്റിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം.